ഹായ് ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? ഈ ചാനലിന് തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് എൻ്റെയും രാജിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് പുതിയ റയിലുള്ള ഒരു ഹാളിൽ വെച്ചിട്ട്, ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു അവാർഡ് വിതരണമുണ്ട്. ആ അവാർഡ് വിതരണത്തിൽ എനിക്ക് രാജിക്കും ഇൻവിറ്റേഷനുണ്ട്, ഞങ്ങളതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ലൈവിൽ വിടുമെന്ന് ഇന്നലെയും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഒന്നുകൂടി വരുന്നത് നാളെ 5 മണിക്കുള്ള ലൈവ് നിങ്ങൾ കാണണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ്. 5 എന്നുള്ളത് ചിലപ്പോൾ സമയം 5:30 ആയി പോവുകയോ 6 മണിയായി പോവുകയോ അങ്ങനെ വല്ലതും ആകുകയാണെങ്കിൽ എന്നോട് ദയവായി സഹകരിക്കണം. കാരണം സാഹചര്യങ്ങളുടെ അനുസരിച്ചാണല്ലോ സമയത്തിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടാവുക. അതുകൊണ്ടുള്ള ഒരു ഡിലേ വരും എന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ ഞാൻ എന്തായാലും ലൈവ് വിടും. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാലും കൊച്ചിൻ ഹനീഫ എന്നൊരു നടൻ നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത ഒരു ഹാസ്യ നടനാണ്. ഹാസ്യ നടൻ മാത്രമല്ല, ക്യാരക്ടർ റോളുകളിലും വളരെയധികം മികച്ച അഭിനയം കാഴ്ചവെച്ച, നമ്മുടെ ആരുടെയും ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു ആർട്ടിസ്റ്റ് ആയിരുന്ന കൊച്ചിൻ ഹനീഫയുടെ 15ാമത് ചരമ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു അവാർഡ് ദാന ചടങ്ങിൻ്റെ ലൈവാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. ഇത്തവണത്തെ കൊച്ചിൻ ഹനീഫ ഐക്കൺ ഓഫ് ട്രൂത്ത് അവാർഡ് പ്രശസ്ത കുറ്റാന്വേഷണ മാധ്യമ പ്രവർത്തകനായ ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാറിന്. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ നന്ദകുമാർ എന്ന പേര് ആലേഖനം ചെയ്യപ്പെട്ടിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. 1997 വിവാദമായ ഐസ്ക്രീം പാർലർ കേസ് പുറത്തു കൊണ്ടുവന്നതിലൂടെ ക്രൈം നന്ദകുമാർ തുടക്കമിട്ടത് കേരളം ഇതുവരെ കാണാത്ത മാധ്യമ സഭയുടെ പുത്തൻ അദ്ദേഹത്തിനായിരുന്നു. പലരും പറയാൻ മടിച്ച, അതിലേറെ ഭയന്ന അപ്രിയ സത്യങ്ങൾ പലതും നന്ദകുമാർ പൊതുജന മധ്യത്തിലേക്ക് സധൈര്യം തുറന്നുവിട്ടു. ഇതോടെ അധികാര ഗർവിൻ്റെ രാഷ്ട്രീയ പുഴുക്കുത്തുകൾക്ക് നന്ദകുമാർ പേടി സ്വപ്നമായി. ഇങ്ങനെ ഒരുപാട് വിവാദങ്ങളായ വാർത്തകളിലൂടെ പത്രപ്രവർത്തന രംഗത്ത് ഒരു ഞെട്ടൽ അല്ലെങ്കിൽ കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇത്തരത്തിലുള്ള ധീരതയ്ക്കുള്ള ഒരു പുരസ്കാരമായിട്ടാണ്, അതായത് സധൈര്യം പത്രപ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു പുരസ്കാരമായിട്ടാണ് ഇത്തവണ ക്രൈം ചീഫ് എഡിറ്ററെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ അവാർഡ് പങ്കിടുന്ന കുറച്ച് പേർ കൂടിയുണ്ട്. ആ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം. അദ്ദേഹത്തോടൊപ്പം അവാർഡ് പങ്കിടുന്ന മറ്റ് പ്രമുഖരായ ആൾക്കാർ നടന്മാരായ സലിം കുമാർ, പിന്നെ ഹരിശ്രീ അശോകൻ, മല്ലിക സുകുമാരൻ, ബാബു സ്വാമി, വിനോദ് കോഴിക്കോട് എന്നിവർക്കാണ് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും മികച്ച സിനിമയായി ഭ്രമയുഗവും മികച്ച സംവിധായകനായി രാഹുൽ സദാശിവവും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച യുവ നായക നടനായി നസ്ലിൻ K ഗഫൂറും. നസ്ലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ പ്രേമലൂലെ നടനായിട്ട് മികച്ച അഭിനയം കാഴ്ചവെച്ച നസ്ലിനും. നടിയായി അനശ്വര രാജനും മികച്ച സ്വഭാവ നടനായി സിദ്ധാർത്ഥ് ഭരതനും അർഹരായി. അങ്ങനെ ഇങ്ങനെ കുറച്ച് ചില്ലായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് നാളെ എൻ്റെ ലൈവിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുത്തെ ഫംഗ്ഷനും ഞാൻ ഒന്നുപോലും വിടാതെ ലൈവ് ഞാൻ വിടാമെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ലൈവിൽ ഞാൻ വിടുന്ന ലൈവ് കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കണം. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.